വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇസ്രായേൽ ഗസ അധിനിവേശത്തിന്റെ ഏറ്റവും ക്രൂരമായ വഴികളിലേക്ക് കടന്നിരിക്കുന്നു. ഗസയിൽ പട്ടിണിപ്പാവങ്ങളല്ലാതെ മറ്റൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയിട്ടും ആ ജീവശവങ്ങളുടെ നെഞ്ചത്തേക്ക് അതിമാരക പ്രഹരശേഷിയുള്ള ബോംബുകളും മിസൈലുകളും പ്രയോഗിക്കുന്നു. കലിപൂണ്ട് നിൽക്കുന്ന നരാധമനെ പിടിച്ചുകെട്ടാൻ ലോകത്ത് ആൺകുട്ടികളില്ലാതെ ലോകം വിറങ്ങലിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇനി ഗസ സ്വന്തമാക്കുകയാണത്രേ ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. അതിനുവേണ്ടി പലസ്തീനികളെ ആളൊഴിഞ്ഞ മരുഭൂമിയുടെ ഒരു മൂലയിൽ തളച്ചിടണം. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്തവരെ കൊന്നു തീർക്കണം. അതിന് അമേരിക്കയുടെ ആയുധങ്ങളും അതിലുപരി നിസ്സീമമായ പിന്തുണയുമുണ്ട്. ഗസൻ ജനതയ്ക്ക് ദൈവമല്ലാതെ ശക്തമായ സഹായികൾ ആരും തന്നെയില്ല. ഒരു ദൈവവും ഭൂമിയിൽ ഇറങ്ങി വന്ന് ആരെയും നേരിട്ട് സഹായിച്ച ചരിത്രവുമില്ല. ഭൂമിയിലെ മനുഷ്യർക്ക് ഭൂമിയിലുള്ള ആരെയും സഹായിക്കാം, ആരെയും സംഹരിക്കാം. ഇപ്പോൾ സംഹാരത്തിന്റെ സമയമായിരിക്കണം. അതിന് നിയോഗിക്കപ്പെട്ടത് നെതന്യാഹുവിനെയും. ഓരോ ജനതയുടെ നാശത്തിനും സംഹാരത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും അതിജീവിതത്തിനും ഓരോ മതഗ്രന്ഥങ്ങളിലും എഴുതി വച്ചിട്ടുണ്ടത്രേ. ആ മത ഗ്രന്ഥങ്ങളെ നോക്കിയാണ് വരാനിരിക്കുന്ന ലോകത്തിന് വേണ്ടി ഇന്നേ സംഹരിച്ചുകൊണ്ടിരിക്കുന്നതും സുരക്ഷിത മാളങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതും. ഫലസ്തീന്റെ സർവോന്മുഖമായ നാശത്തിന് ഏത് ഗ്രന്ഥത്തിലാണാവോ എഴുതി വച്ചിരിക്കുന്നത്? എഴുതി വെച്ചത് സത്യമാണെങ്കിൽ എന്തിനീ ജനതയെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നു? ഒന്നിച്ച് സംഹരിച്ച് വാഗ്ദാനം നിറവേറ്റിയാൽ പോലെ. ഇസ്രായേലിയരുടെ ഗ്രന്ഥത്തിലാണത്ര ഇപ്പോൾ ഫലസ്തീൻ ജനതയുടെ അന്നത്തിന്റെ സ്ഥിതിവിവര കണക്കുകളുള്ളത്. ആ കണക്കുകൾ പ്രകാരം ഫലസ്തീൻ ജനതയുടെ റേഷൻ ദൈവം വെട്ടിക്കുറച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യനിർമ്മിതമായ പട്ടിണിയിലൂടെ ഇസ്രായേൽ ഫലസ്തീൻ ജനതയെ കൊന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇസ്രായേൽ കൊന്നുതള്ളിയ ഫലസ്തീനികളിൽ 38 പേർ ഭക്ഷണത്തിനു വേണ്ടി ഇസ്രായേലിനും അമേരിക്കയ്ക്ക് മുന്നിൽ കൈനീട്ടിയവരാണ്. സഹായം ചോദിച്ച് കൈനീട്ടുന്നവരുടെ മുർദാവിലേക്ക് നിറയൊഴിക്കുന്ന പുതിയ ലോകമാണിന്ന്. ഹിറ്റ്ലറേക്കാൾ വലിയ ഹിറ്റ്ലറാവാൻ പഠിക്കുന്ന നെതന്യാഹുവിന്റെ നാട്ടിൽ ഇന്നലെ മാത്രം സ്വന്തം ജനത നടത്തിയത് 10ലധികം പ്രതിഷേധ പ്രകടനങ്ങളാണ്. അതും ലക്ഷക്കണക്കിന് ജൂതർ പങ്കെടുക്കുന്നത്. ടെലവീവിലും മറ്റുമായി നെതന്യാഹു ഭരണകൂടത്തിനെതിരെ. അവരാവശ്യപ്പെടുന്നത് യുദ്ധം അവസാനിപ്പിച്ച് അവശേഷിക്കുന്ന ബന്ദികളിൽ ജീവനുള്ളവരെയെങ്കിലും നാട്ടിലെത്തിക്കുക എന്നതാണ്. അവർക്കറിയാം പട്ടിണി കൊണ്ട് ജീവൻ വെടിയുന്ന ഫലസ്തീനികൾക്ക് ബന്ദികൾക്ക് മാത്രം ഭക്ഷണം നൽകാനാവില്ലെന്ന്. അതുകൊണ്ട് ഏറെ താമസിയാതെ ബന്ദികളും പട്ടിണി കിടന്ന് മരിക്കുമെന്ന്. പക്ഷേ വംശഹത്യയുടെ ഈയമൊരുക്കി ചെവിയിലൊടിച്ച നെതന്യാഹുവിന് മറ്റൊന്നും കേൾക്കാനാവില്ല എന്നത് ജൂതർക്ക് മനസ്സിലാകാതെ പോകുന്നു. നെതന്യാഹുവിനെ ഒറ്റുന്ന ഒരു ജൂദാസ് പിരമിഡ് എടുക്കുകയോ നെതന്യാഹു സ്വയം ജീവത്യാഗം ചെയ്യുകയോ ചെയ്യാതെ ജൂതരുടെ ബന്ദിമോചനം എന്ന ആവശ്യം നിറവേറുകയില്ല. ഇതാണ് ഇന്നത്തെ ഗസയുടെ ചിത്രം. ബിൽഡിങ്ങുകളില്ല, മരുഭൂമിയിലെ 10,000കണക്കിന് ടെന്റുകൾ മാത്രം. കാലാവസ്ഥയുടെ ഏത് ഭീകരതയും അതേപോലെ സ്വീകരിക്കേണ്ടി വരുന്ന നിസ്സഹായാവസ്ഥ. ഇവിടെയാണ് ഇസ്രായേൽ വീണ്ടും വീണ്ടും ബോംബിടുന്നതും നിസ്സഹായരെ കൊന്നു തീർക്കുന്നതും. ഇവരോട് നടത്തിയ യുദ്ധത്തിലാണ് ഇസ്രായേൽ ക്യാമറമാരായി മുദ്രകുത്തുന്നത്. ഇവരെ കൊന്നു തീർക്കാനാണ് ലോകത്തിലെ വൻശക്തികൾ ഇവർക്ക് ആയുധം നൽകുന്നത്. ഈ ടെന്റുകളിലാണ് മില്യൺ കണക്കിന് ജനങ്ങൾ ആത്മാവ് പുറത്തുവെച്ച് അന്തിയുറങ്ങുന്നത്. ഇവരാണ് ഫലസ്തീന്റെ കൊടും ഭീകരർ. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ആത്മാഭിമാനം പോലും മറന്ന് ശത്രുക്കൾക്ക് മുമ്പിൽ കൈനീട്ടുന്നവർ. ഈ കൈക്കുമ്പിൽ ഒരുക്കിയ പാത്രങ്ങളിലാണ് അവർ മാരകമായ വിശപ്പെന്ന ആയുധം കൊണ്ട് നടക്കുന്നത്. ആ ആയുധത്തെ പേടിച്ചാണ് മെഷീൻ ഗണ്ണുകളും പീരങ്കികളും ഉപയോഗിച്ച് അവരെ വെടിവെച്ചു കൊല്ലുന്നത്. ഈ കുരുന്നുകൾ നിലത്തിരുന്ന് നമ്മുടെയൊക്കെ മക്കൾ കളിക്കുന്നത് പോലെ കൊത്തുങ്കല്ല് കളിക്കുകയല്ല. നിലത്ത് വീണ ധാന്യമണികൾ പെറുക്കിയെടുക്കുകയാണ്. ഒരു കൈപ്പിടിയിൽ ഒതുങ്ങിയത് കിട്ടിയാൽ അതുകൊണ്ട് വിശപ്പ് അടക്കാനാവുന്നതായാലായി. ചില രാജ്യങ്ങൾക്ക് അമേരിക്കയും ഇസ്രായേലിന്റെയും ഔദാര്യമുണ്ട് ഗസയിൽ ഭക്ഷണ സാധനങ്ങൾ എയർ ഡ്രോപ്പ് ചെയ്യാൻ. ഇങ്ങനെ എയർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ആർത്തിയോട് തടിച്ചുകൂടുന്ന പട്ടിണി കൊലങ്ങൾക്ക് മീതെ സാധനങ്ങളുടെ കെട്ടുകൾ വീണ് ധാരാളം പേർ മരണപ്പെടുന്നുണ്ട്. സഹായം പോലും ശാപമായി മാറുന്ന ഫലസ്തീൻ ജനത. മെക്സിക്കോയിൽ തൊഴിലാളികളും വിദ്യാർത്ഥികളും ശക്തമായ പ്രതിഷേധ പ്രകടനവുമായി തെരുവിലിറങ്ങിയിരിക്കുന്നു. അവർ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്
മെക്സിക്കൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് ഇസ്രായേലുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നതിനും യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നതിനുമാണ്. ന്യൂസിലൻഡ് അടുത്ത മാസം പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാനുള്ള തീരുമാനമെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതേ ന്യൂസിലൻഡിൽ തന്നെയാണ് പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് എവിടെയൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടായാലും അമേരിക്കയും ഇസ്രായേലും വംശഹത്യയുടെ വഴിയിൽ നിന്ന് പിന്മാറുമെന്നും ഫലസ്തീനികൾ വേട്ടയാടപ്പെടുമെന്നുള്ളതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കേണ്ടതില്ല.